ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ക്യാപ്സ്യൂൾ സീരീസ് തുടങ്ങി. അത് 3 ചാപ്റ്റർ എക്സാം എടുത്ത് കഴിഞ്ഞ് അതിൽ എല്ലാവരും ആ 3 ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ച് അതിൽ 4ാമത്തെ ചാപ്റ്റർ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ടൈം ടേബിൾ കറക്റ്റ് ഇട്ട് പോയപ്പോ എനിക്ക് ആനുവലിലേക്ക് വന്നില്ല. അപ്പൊ 4ാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ആയി. അപ്പൊ എന്ത് ചെയ്യും, എല്ലാ ചാപ്റ്റർ ഡേറ്റ് അവസാനത്തെ 4ാമത്തെ ചാപ്റ്റർ എടുക്കും, കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പൊ 5ാമത്തെ ചാപ്റ്ററിലോട്ട് പോയിട്ട് ലീനിയർ ഇക്വാളിറ്റി. കുഞ്ഞി ചാപ്റ്റർ ആണ്. എനിക്ക് വെയിറ്റേജ് വരും. മെയിൻ എക്സാമിന് 3 മാർക്കാണ് വെയിറ്റേജ് വരുള്ളൂ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ആകെ ഒറ്റൊരു കാര്യം മാത്രം പഠിക്കുള്ളൂ, ബാക്കിയുള്ള കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞ്. ഓക്കെ, നിങ്ങൾ ആകെ പഠിക്കാനുള്ളത് ലീനിയർ ഇക്വാളിറ്റി വിത്ത് 1 വേരിയബിൾ സോൾവ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ലീനിയർ ഇക്വാളിറ്റി വിത്ത് 1 വേരിയബിൾ സോൾവ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും. അതില് ഒറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എന്നിട്ട് അതിന് വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 10ഓളം ക്വസ്റ്റ്യൻസ് ആയി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അവസാനം ഇതിന് മോർ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നുകൊണ്ടാ ഏറ്റവും ആദ്യം എന്താണ് ലീനിയർ ഇക്വാളിറ്റി എന്ന് പഠിക്കണം. അതിനെ കുറിച്ച് കുറെ വിശദീകരിക്കണില്ല, നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. ഓക്കെ, ബേസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലീനിയർ ഇക്വേഷൻ എടുക്കുക. വിത്ത് 1 വേരിയബിൾ മാത്രം പഠിക്കാറുണ്ട്. അപ്പൊ ലീനിയർ ഇക്വേഷൻ ഏർക്കുന്നുണ്ട് ഇവിടെ 2x plus 3 equal to 5. ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. വിത്ത് 1 വേരിയബിൾ, ഒരു വേരിയബിൾ ഉണ്ട്, എക്സ് മാത്രമേ ഉള്ളൂ, വൈ ഒന്നുമില്ല. വിത്ത് 1 വേരിയബിൾ ഒരു ലീനിയർ ഇക്വേഷൻ. ഈ ലീനിയർ ഇക്വേഷനിൽ ഈക്വൽ ടു മാറ്റിയിട്ട് ലെസ് ദാനോ, ലെസ് ദാൻ ഏതാണ്? വായടച്ചിരിക്കണത്. ലെസ് ദാനോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ, വായ തുറന്നിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരികയാണെങ്കിൽ അത് എന്ത് വിളിക്കുക? ലീനിയർ ഇൻഇക്വാലിറ്റീസ് വിളിക്കുക. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്താ? 2x plus 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഒരു ലീനിയർ ഇൻഇക്വാലിറ്റി ആയിട്ട് മാറി. ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാണ് ലീനിയർ ഇക്വാലിറ്റി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കണ്ടീഷൻസ് ആണ്. നിങ്ങൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ, എക്സിന്റെ വാല്യൂ അതേപോലെ തന്നെയാണ്, പക്ഷെ ഒറ്റൊരു കണ്ടീഷൻ മാത്രം ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് നോക്കട്ടാ, കണ്ടീഷൻസ് കണ്ടായിട്ട് പഠിക്കുക. അതിൽ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ ആണ്. ഓക്കെ, ഒരു ലീനിയർ ഇക്വാലിറ്റിയുടെ 2 സൈഡിലും LHS RHS ആണ്, LHS RHS 2 സൈഡിലും ഈക്വൽ നമ്പേഴ്സ് വെച്ച് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. Okay, first point ആയിക്കോട്ടെ. Equal numbers may be added or subtracted from both sides of an inequality without affecting the sign of inequality. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 നമ്പർ വെച്ച് ആഡ് ചെയ്യാനും പറ്റും. വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൈനസ്. ഇപ്പൊ +2 വെച്ച് ഇവിടെയും +2, ഇവിടെയും +2 കുഴപ്പമില്ല. -2 ചെയ്യാം, -2 ചെയ്യാം, കുഴപ്പമില്ല. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ നോക്കി. രണ്ടാമത്തെ സിമ്പിൾ ആണ്. Both sides of inequality can be multiplied or divided by the same positive number without affecting the inequality. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഇക്വാലിറ്റിയിൽ 2 സൈഡിലും പോസിറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങൾ ലീനിയർ ഇക്വേഷൻ പഠിച്ചത്. ഇനി പഠിക്കേണ്ടത് മെയിൻ ആയിട്ട് ഈ 3ാമത്തെ കണ്ടീഷൻ ആണ് കേട്ടോ. ഓക്കെ, 3ാമത്തെ മാത്രമേ ഡിഫറെന്റ് ആയിട്ട് ലീനിയർ ഇക്വാലിറ്റിയിൽ വരുന്നുള്ളൂ. ഇവിടെ പറയണത് ലീനിയർ ഇക്വാലിറ്റിയില് നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലോ നെഗറ്റീവ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലോ നമ്മുടെ ലീനിയർ ഇക്വാലിറ്റിയുടെ സൈൻ റിവേഴ്സ് ആവും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആവും, ലെസ് ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവും, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. നോക്കിയേ, എന്ത് ചെയ്യണം? -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം വിചാരിക്കും. 2 സൈഡിലും നെഗറ്റീവ് നമ്പർ ആണല്ലോ. അപ്പൊ എന്താവും? ഈ ഗ്രേറ്റർ ദാൻ ഇല്ലേ, ആ മാറി എന്താവും? ലെസ് ദാൻ ആവും. ഓക്കെ, ഗ്രേറ്റർ ദാൻ മാറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ ഇതാണ് 3ാമത്തെ കണ്ടീഷൻ. ബാക്കിയുള്ളതെല്ലാം ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ ഒറ്റൊരു കണ്ടീഷൻ ഉള്ളൂ. നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ നമ്മുടെ സൈൻ എന്താവും? റിവേഴ്സ് ആവും. ഇത് മാത്രമേ കണ്ടീഷൻ ആയിട്ട് തിയറി പഠിക്കാറുള്ളൂ. ഓക്കെ, തിയറി കുറെ വായിച്ചു പഠിക്കേണ്ട ആവശ്യമില്ല. മാത്സിൽ വാട്ട് ഈസ് ലീനിയർ ഇക്വാലിറ്റി പ്രോപ്പർട്ടീസ് ചോദിക്കാൻ പോലില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് 10ഓളം ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് അതിൽ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട് ആദ്യം ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് ചെയ്യുമ്പോ എന്റെ ഒപ്പം തന്നെ ചെയ്തു പോവാ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുണ്ട്. സോൾവ് 24x ലെസ് ദാൻ 100 എന്ന് വെച്ചാൽ നമുക്കൊരു ലീനിയർ ഇൻഇക്വാലിറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 24x ലെസ് ദാൻ 100. ഇതിന് സൊല്യൂഷൻ കാണാം. എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഏറ്റവും അതിന്റെ സൊല്യൂഷൻ കാണാം. സിമ്പിൾ ആണ്. നിങ്ങൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാറില്ലേ? 24x ഈക്വൽ ടു 100. നിങ്ങൾ എന്ത് ചെയ്യും? എക്സിന് ഇവിടെ നിർത്തിയിട്ട് 24 അപ്പുറം കൊടുക്കും. ഇന്റെ പുറം വരുമ്പോൾ എന്താവും? ബൈ ആവും. 100/24 ആവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടൂല. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നെഗറ്റീവ് നമ്പർ ആണോ പോകണം നോക്കാം. നെഗറ്റീവ് നമ്പർ ആണ് ഡിവിഷനിലൂടെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? സൈൻ റിവേഴ്സ് ചെയ്യും. അപ്പൊ നോക്കോട്ടാ, നമുക്ക് എക്സിന് വാല്യൂ ആണ്. സിമ്പിൾ ആയിട്ട് എക്സ് 24 ഇന്റെ പുറം വരുമ്പോ /24 പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എക്സ് ലെസ് ദാൻ 100/24. അപ്പൊ നമുക്ക് ആൻസർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. എക്സ് ലെസ് ദാൻ 4.16 കിട്ടും. ഇവിടുത്തെ സൊല്യൂഷൻ ആണ്. എക്സിന്റെ വാല്യൂ 4.16 ചെറുതായിരിക്കുള്ളൂ.
അപ്പൊ ഏതൊക്കെയാ നമ്പേഴ്സ് വരിക? 4 വരും അല്ലെ? 4 4 ചെറുതല്ലേ? 3 വരും, 2 വരും, 1 വരും, 0 വരും, നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരും. ഇതാണ് എക്സിന്റെ സൊല്യൂഷൻ. ഇനി സബ് ക്വസ്റ്റ്യൻസ് നോക്കിയേ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഇത്. നാച്ചുറൽ നമ്പർ ആരൊക്കെയാണ്? എണ്ണൽ നിങ്ങൾക്ക് അറിയാലോ, പണ്ടേ മുതൽ പഠിക്കുന്നതാണ്. 1 2 3 4 5 6 എക്സെട്ര. 0 വരുമോ? നാച്ചുറൽ നമ്പർ അത് ഹോൾ നമ്പർ അല്ല. അപ്പൊ നാച്ചുറൽ നമ്പർ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നോക്കി, നാച്ചുറൽ നമ്പറും ഇൻഡിജറൊക്കെ പറയാൻ റെപ്രസെന്റ് ചെയ്യുക സെറ്റ് രൂപത്തിൽ. ഒരു കാര്യം ശ്രദ്ധിക്കണം, റിയൽ നമ്പേഴ്സ് മാത്രമാണ്, റിയൽ നമ്പേഴ്സിനോട് റെപ്രസെന്റ് മാത്രം നിങ്ങൾ ഏത് രൂപ റെപ്രസെന്റ് ചെയ്യുക? ഇന്റർവെൽ ഫോമിൽ. അപ്പൊ നോക്കോട്ടാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നമ്മൾ നാച്ചുറൽ നമ്പർ. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് അറിയാലോ, 1 2 3 4 5 6 എക്സെട്ര. അപ്പൊ 4.1 ചെറിയ നാച്ചുറൽ നമ്പർ എനിക്ക് പറഞ്ഞത് ആർക്ക് വരിക? 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും ഇല്ല, ഈ 4 നമ്പേഴ്സ്. അപ്പൊ ഇതാ സെറ്റ് രൂപത്തില് 1 2 3 4. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കി, എക്സ് ഒരു ഇൻഡിജർ ആണെങ്കിൽ, ഇൻഡിജർ ആരായിരുന്നു? പോസിറ്റീവ് നമ്പേഴ്സ് വരും, നെഗറ്റീവ് നമ്പേഴ്സ് വരും, 0 വരും. അപ്പൊ ആർക്ക് ഇൻഡിജേഴ്സിൽ വരാം? എക്സ് എലമെന്റ് ഓഫ് 4 ഇൻഡിജർ ആണ്. 3 2 1 0 കൂടുതൽ എല്ലാ നമ്പേഴ്സും. ഓക്കെ, നെഗറ്റീവ്സ് എല്ലാ നമ്പേഴ്സും എന്തായിരിക്കുള്ളൂ? 4 ചെറുത്. അപ്പൊ എല്ലാ നമ്പേഴ്സ് വരും. അപ്പൊ എക്സെട്ര ആണ്. അപ്പൊ അല്ലാതെ നമ്മളെ കൊണ്ട് എഴുതാനൊന്നും പറ്റൂല. അപ്പൊ ഇതാണ് ബി ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പൊ ആദ്യം സൊല്യൂഷൻ കാണാം, അതിനുശേഷം എന്ത് നോക്കിയാൽ മതി? സബ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ തന്നെ കേട്ടാ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു ടൈപ്പ് പഠിച്ചാൽ മതി. ഇവിടെ ടൈപ്പ് പഠിച്ച് നിങ്ങൾക്ക് ആ 3 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാ. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു ലീനിയർ ഇക്വാലിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ലീനിയർ ഇക്വാലിറ്റി കണ്ടെടുത്ത് എഴുതി വെക്കുക. -12x ഗ്രേറ്റർ ദാൻ 30. -12x ഗ്രേറ്റർ ദാൻ 30. ആദ്യം എന്ത് ചെയ്യുക? എക്സിന് സൊല്യൂഷൻ, എക്സിന് മാത്രം ഈ സൈഡിൽ, ബാക്കിയുള്ള എല്ലാത്തിനും അപ്പുറത്ത് കൊടുക്കുക. ഓക്കെ, -12 ഇൻറ്റു ആണ്. അതിപ്പുറം വരുമ്പോ എന്താവും? ഡിവൈഡഡ് ബൈ -12. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, നെഗറ്റീവ് നമ്പറിലോട്ട് ഡിവിഷൻ പോയാൽ, നെഗറ്റീവ് നമ്പർ ഡിവിഷനിലോട്ട് പോയാൽ സൈൻ റിവേഴ്സ് ആണ്. ആ പ്രോപ്പർട്ടി കയ്യിലുണ്ടാവണം. നോക്കോട്ടാ, എക്സ് ഗ്രേറ്റർ ദാൻ മാറി ലെസ് ദാൻ ആവും. 30 ഡിവൈഡഡ് ബൈ -12, കാരണം നെഗറ്റീവ് നമ്പർ ഡിവിഷനിലോട്ട് വന്നു. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇവിടെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ചെയ്ത് നോക്കട്ടാ. എക്സ് ലെസ് ദാൻ 30 ഡിവൈഡ് ബൈ -12 ചെയ്ത് കാൽക്കുലേറ്ററിൽ -2.5 എന്ന് കിട്ടും. -2.5 കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ എക്സിന്റെ സൊല്യൂഷൻ എന്തായിരിക്കുള്ളൂ? -2.5 ചെറുതായിരിക്കുള്ളൂ. -3 വരും, -4 വരും, -5 വരും, എക്സെട്ര നെഗറ്റീവ് നമ്പേഴ്സ്. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, സബ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്, എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആവും ഇതിന്റെ സൊല്യൂഷൻ. നാച്ചുറൽ നമ്പർ ആരൊക്കെയാണ്? 1 2 3 4 എല്ലാം പോസിറ്റീവ് നമ്പേഴ്സ് ആണല്ല. അപ്പൊ നോക്കി, -2.5 ചെറിയ നാച്ചുറൽ നമ്പർ വരും. നമ്മുടെ എല്ലാ പോസിറ്റീവ് നമ്പറും -2.5 വലുതായിരിക്കുള്ളൂ. അപ്പൊ നോ സൊല്യൂഷൻ, 5 എന്ന് എഴുതാം. എ ക്വസ്റ്റ്യൻ ആൻസർ ആരുമില്ല. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കി, ബി ക്വസ്റ്റ്യൻ, എക്സ് ഒരു ഇൻഡിജർ ആവുമ്പോ, ഇൻഡിജർ നിങ്ങൾക്ക് അറിയാം അല്ലെ, അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് വരും. അപ്പൊ എനിക്ക് പറഞ്ഞത് -2.5 ചെറിയ നമ്പേഴ്സ് പറഞ്ഞ നെഗറ്റീവ് നമ്പേഴ്സ് -2 വരും ഇല്ല. -2 കഴിഞ്ഞിട്ട് വരുന്ന നമ്പറാണ് -2.5. അത് കഴിഞ്ഞിട്ട് ആർക്ക് വരിക? -3 -4 -5 എക്സെട്ര. അപ്പൊ നിങ്ങൾക്ക് എഴുതാ എക്സ് എലമെന്റ് ഓഫ് എക്സെട്ര ആരൊക്കെ മുതലാണ്? -3 -4 -5 എക്സെട്ര. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ആൻസർ വരും. ഓക്കെ, എക്സിന്റെ സൊല്യൂഷൻ കണ്ട് അതിനെ നാച്ചുറൽ നമ്പറിലും ഇൻഡിജറിലും റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, സിംപ്ലിസ്റ്റ്. ഇനി മൂന്നാമത്തെ നോക്കി, മൂന്നാമത്തത് ഇവിടെ ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടാ. ഓക്കെ, സൊല്യൂഷൻ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം, സി ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഒന്നാമത്തെ രണ്ടാമത്തെ നമുക്ക് കുറെ 2 വട്ടം ചെയ്തില്ലേ, അതൊക്കെ ചെയ്ത് നോക്കാം. ആദ്യം സൊല്യൂഷൻ കാണാം. 3x + 8 ഗ്രേറ്റർ ദാൻ 2. ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ തന്നെ ഇൻഇക്വാളിറ്റി, എക്സിന് മാത്രം ബാക്കിയുള്ള ഓരോന്നിനെ അപ്പുറം കൊടുക്കുക. അപ്പൊ നോക്കോട്ടാ, 3x ഗ്രേറ്റർ ദാൻ 2 - 8. നെഗറ്റീവ് നമ്പർ വെച്ച് സബ്ട്രാക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. നെഗറ്റീവ് നമ്പർ വെച്ചിട്ട് എന്നാൽ മാത്രമേ സൈൻ റിവേഴ്സ് ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ചെയ്താ 3x ഗ്രേറ്റർ ദാൻ 2 - 8 എന്ത് വരും? -6 വരും. കുഴപ്പമില്ല. എന്നിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ -6 ഡിവൈഡഡ് ബൈ 3. 3 into by 3 അല്ലാവാ. അപ്പൊ നിങ്ങൾക്ക് എന്താ ആൻസർ വരും? എക്സ് ഗ്രേറ്റർ ദാൻ, ഇത് ക്യാൻസലേഷൻ നടത്താൽ ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ -2 കിട്ടും. എക്സിന് സൊല്യൂഷൻ കിട്ടി. എക്സ് ഗ്രേറ്റർ ദാൻ -2. എക്സിന്റെ വാല്യൂ -2-നേക്കാട്ടിലും വലുത്. -2 വരായിരിക്കും വരിക
-1 വരും, 0 വരും, 1 2 3 4 എക്സെട്ര. ഓക്കെ, അത് നാച്ചുറൽ നമ്പർ റെപ്രസെന്റ് ചെയ്യുക, എല്ലാവരും വരും. നാച്ചുറൽ നമ്പർ എല്ലാം പോസിറ്റീവ് നമ്പർ എല്ലാം വലുതായിരിക്കുള്ളൂ. ഇന്റിജർ റെപ്രസെന്റ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. ഇവിടെ റിയൽ നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്ര നേരം ക്വസ്റ്റ്യൻ ഉണ്ടായില്ല. ഒരു കാര്യം പഠിക്കണം, റിയൽ നമ്പർ മാത്രം റെപ്രസെന്റ് ചെയ്യുമ്പോൾ സെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം റിയൽ നമ്പർ കുറെ ആൾക്കാരുണ്ട്. സ്കെയിൽ എടുക്കുമ്പോൾ എല്ലാ ഡെസിമൽസ് ഒക്കെ റിയൽ നമ്പറിൽ വരും. അപ്പൊ എല്ലാവരും സെറ്റിനുള്ള ചെയ്താൽ നമുക്ക് ഏത് രൂപത്തിൽ തന്നെ എഴുതണം, ഇന്റർവെൽ ഫോർമാറ്റിൽ എഴുതണം. ഒന്നുകോട്ടാ, ഇവിടെ -2 വലുത്. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് റിയൽ നമ്പറിൽ നിങ്ങൾ എഴുതേണ്ടത് -2 എടുക്കൂല, ഈക്വൽ ടു ഉണ്ടെങ്കിൽ -2 എടുക്കുള്ളൂ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ, -2 എടുക്കാത്തതുകൊണ്ട് എടുക്കാനല്ല ഏത് ബ്രാക്കറ്റ് ഇടേണ്ടത്, ക്ലോസ്ഡ് ബ്രാക്കറ്റ്. എടുക്കാത്തതുകൊണ്ട് നമുക്ക് ഏത് ബ്രാക്കറ്റ് ഇടാം, ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് -2 എവിടെ വരും, -2നെക്കാളും വലുത് അല്ല പോസിറ്റീവ് നമ്പർ വരും, പ്ലസ് പോസിറ്റീവ് ഇൻഫിനിറ്റി. ഇതാണ് റിയൽ നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ. ഓക്കെ, ഈക്വൽ ടു ഉണ്ടെങ്കിൽ ക്ലോസ് ഇടാ, ഇൻഫിനിറ്റിയുടെ ഭാഗത്തേക്ക് എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കുള്ളൂ. ഈക്വൽ ടു ഉണ്ടെങ്കിൽ കേട്ടാ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ, ഈക്വൽ ടു ഇല്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്പൺ ബ്രാക്കറ്റ് ഇടാം. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ -2 ആയതുകൊണ്ട് -2നേക്കാട്ടിലും വലുത്, -2 ഓപ്പൺ ബ്രാക്കറ്റ്, പോസിറ്റീവ് ഇൻഫിനിറ്റി എപ്പോഴും എന്തായിരിക്കുള്ളൂ, ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇത് വീഡിയോ കിട്ടിയത് മനസ്സിലാവണം. പിന്നെ നാച്ചുറൽ നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ച്, ഇൻഡിജറിൽ പഠിച്ച്, ഈ ഒരു ക്വസ്റ്റ്യൻ ഏതിലും പഠിച്ച്, റിയൽ നമ്പറിലും പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ജസ്റ്റ് സോൾവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല, സബ് ക്വസ്റ്റ്യൻസും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ, ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യുക. നിങ്ങൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇവിടെ സൊല്യൂഷൻ റിപ്പീറ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം രണ്ട് സൈഡിലും. 3 into 2 എന്താണ്, 6 ആണ്. 3 into -6 എന്താണ്, -3x ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 into 1 എന്താണ്, 2 ആണ്. 2 into -6 -2x. എന്ത് ചെയ്യാ, എക്സിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. എക്സ് ഒരുമിച്ചല്ലെങ്കിൽ ഇത്ര നേരം എക്സ് എല്ലാം ഒരുമിച്ചായിരുന്നു. എക്സ് ഒരുമിച്ച് ഇവിടെ ഒരു -3x ഉണ്ട്. ഓക്കെ, ഈ -2x ഇപ്പുറം വരുമ്പോൾ എന്താവും, +2x ആവും. ഉറപ്പാണല്ലോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി ഇവിടെ 2 ഉണ്ട്. ഇനി നമ്പേഴ്സിനൊക്കെ പറയാം, ഈ +6 ഇപ്പുറം വരുമ്പോൾ എന്താവും, -6 ആവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സ് എല്ലാം LHSല്, ബാക്കിയുള്ളത് ആർച്ചിസിലോട്ട് കൊടുത്ത് നമ്മൾ ലീനിയർ ഇക്വേഷനിൽ പറയുന്ന പരിപാടി. ഇനി ഇവിടെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3x + 2x എന്ത് വരും, -x വരും. -1x ആണ് -x ചെയ്ത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 - 4 എന്താണ്, 2 - 4 2 - 6 എന്താണ്, -4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, -1 into x ആണ്, -1x ആണ്. ഈ -1 ഇപ്പുറം കൊണ്ടുവരാം, ഡിവിഷനിലൂടെ വരും. -1 into എക്സിന്റെ സൊല്യൂഷൻ ആണ് കണ്ടത്. സാധാരണ ഇവിടെ -x ഈക്വൽ ടു -4 ഇക്വേഷൻ ആണെങ്കിൽ മൈനസ് ക്യാൻസൽ ചെയ്യാറുണ്ട്. ഇവിടെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇക്വാലിറ്റിയിൽ ഈ -1 into ഇപ്പുറം കൊണ്ടുവരാം. അപ്പൊ ഡിവൈഡ് ബൈ -1 ഉണ്ടാവും. ഡിവിഷനിലോട്ട് നെഗറ്റീവ് നമ്പർ വരുമ്പോ ഗ്രേറ്റർ ദാൻ മാറി എന്താവും, ലെസ് ദാനോ. അപ്പൊ നിങ്ങൾക്ക് ഇതാ എക്സ് ഗ്രേറ്റർ ദാൻ മാറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4 ഡിവൈഡ് ബൈ -1. ആ -1 ഇവിടെ ഉണ്ടായ -1 ഉണ്ടായിരുന്നു, ഇപ്പുറം വന്നപ്പോ ഡിവിഷനിലോട്ട് -1 വന്നത്. നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് സൈൻ റിവേഴ്സ് ആവണം. ഇനി നമുക്ക് ഇതാ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ക്യാൻസൽ ചെയ്യുക, 4/1 4. എക്സിന്റെ സൊല്യൂഷൻ ആണ് 4 അല്ലെങ്കിൽ 4നേക്കാട്ടിലും ചെറുത്. ഇവിടെ റിയൽ നമ്പർ അങ്ങനെ റെപ്രസെന്റ് ചെയ്തിരുന്നു, 4 അല്ലെങ്കിൽ 4നേക്കാളും ചെറുത്. 4 എടുക്കണം, ഈക്വൽ ടു ഉണ്ട്, ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ചെറുതാവുമ്പോ ഏറ്റവും ആദ്യം ഇവിടെ ചെയ്താ, റൈറ്റിൽ ചെയ്താ. എന്നിട്ട് ചെറുതാവുമ്പോൾ 4നേക്കാളും ചെറുത്. ചെറിയ നമ്പേഴ്സ് എല്ലാ നമ്പേഴ്സ് വരും, നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരും, -ഇൻഫിനിറ്റി വരും. അപ്പൊ ഇതാണ് റിയൽ നമ്പറിൽ ഈ സാധനം റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ. ഓക്കെ, പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ വരെ ആൻസർ ഉള്ളൂ. എങ്ങാനും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു രൂപത്തിൽ കൺവേർട്ട് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ. ഓക്കെ, നാച്ചുറൽ നമ്പറും ഇൻഡിജറൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. സിമ്പിൾ ആണ്, സെറ്റ് രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 4ാമത്തെ ഇനി 5ാമത്തേലോട്ട് പോവാ. ഇപ്പൊ ഇത്രയും നേരം ചെയ്തപ്പോ ബൈ ആയിട്ട് ആരും ഉണ്ടായില്ല അല്ലെ. ഈ ഒരു ദിവസം എന്തുണ്ട്, by2ഉം by3ഉം കിടക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. x+x/2 + x/3 <11. ഇതിന്റെ സൊല്യൂഷൻ കാണും. അപ്പൊ നോക്കി, ആദ്യം എന്ത് ചെയ്യണം, by2ഉം by3 ആണ്ടത്. ഈ by2നെയും by3നെയും കളയണം. കുറെ വട്ടം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രാക്ഷന് കളയാൻ ഫ്രാക്ഷനുകൾ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ആരൊക്കെയാണ്, 2 3. 2 into 3 ആരാണ്, 6. ആ കിട്ടിയ മൾട്ടിപ്ലൈ കിട്ടിയ നമ്പറില്ല 6. ആ 6 വെച്ച് ഇക്വേഷൻ ത്രൂ ഔട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ ചെയ്യാൻ പോണ പരിപാടി കേട്ടാ. ഈച്ച് ടേം മൾട്ടിപ്ലൈങ് ബൈ 6. ആ 6 ആയിരുന്നു കിട്ടിയെന്ന് ചോദിക്കരുത്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 6 കിട്ടിയത്. ഇനി നോക്കി, ഓരോന്നിനും 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നോക്കിക്കോ, 6 into x
ഒരു ടൈം പ്ലസ് അടുത്തൊരു ടൈം 6 into x/2 പ്ലസ് അടുത്തൊരു ടൈം 6 into x/3 നിർത്താൻ പാടില്ല. ലെസ് ദാൻ അപ്പുറത്തും ഒരു ടൈം ഉണ്ട് 6 into 11. ഇനി ക്യാൻസലേഷൻ പോസിബിൾ ആയിരിക്കുള്ളൂ, അല്ലാത്ത നമുക്ക് ചെയ്യാം 6 into x 6x. ഇവിടെ 6ഉം 2ഉം ക്യാൻസൽ ആവും, ഫ്രാക്ഷൻ നിർബന്ധമായിട്ട് പോകും ഉറപ്പായിട്ടും. 2ൽ 2 ഒരു വട്ടം, 6ൽ 2 3 വട്ടം. അപ്പൊ 3 into x 3x കിട്ടും. ഇനി 6ലും 3ലും 3 കോമൺ, 3ൽ 3 ഒരു വട്ടം, 6ൽ 3 എത്ര വട്ടം 2 വട്ടം. അപ്പൊ എനിക്ക് 2 into x 2x ലെസ് ദാൻ 6 into 11 66 കിട്ടും. ഓക്കെ, എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്ത് 6 വെച്ച് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോ എനിക്ക് നേരത്തെ പോലത്തെ ഒരു സാധനം കിട്ടി. ഇനി എക്സ് എല്ലാം ആഡ് ചെയ്യാം, പരിപാടി കഴിഞ്ഞ്. ഇവിടെ നോക്കിയേ 6x plus 3x 9x, 9x plus 2x 11x ലെസ് ദാൻ 66. ഇനി നമുക്ക് എക്സിന്റെ സൊല്യൂഷൻ മതി. 11 into x ആണ്, 11 ഇപ്പുറം ബൈ 11 പോസിറ്റീവ് നമ്പർ ആയ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് എക്സ് ലെസ് ദാൻ 66/11. കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഇവിടെ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് 66/11 അടിക്കാം. 66/11 എന്തിട്ടും ആൻസർ 6 ആൻസർ ഇടും. 6 ആൻസർ ഇട്ടു. അപ്പൊ ഈക്വൽ ടു ആൻസർ ആയി 6. എക്സിന്റെ സൊല്യൂഷൻ എക്സ് ലെസ് ദാൻ 6. എക്സിന്റെ വാല്യൂ 6 അല്ലെങ്കിൽ 6നേക്കാട്ടിലും ചെറുതായിരിക്കും. 6 അല്ലെങ്കിൽ ഇല്ല, ഈക്വൽ ടു ഉണ്ടെങ്കിൽ 6 അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. എക്സിന്റെ വാല്യൂ 6നേക്കാളും ചെറുത്. 5 4 3 2 1 0 നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരും. ഓക്കെ, റിയൽ നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവെൽ 6 to -∞ എന്ന് വരും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, കാൽക്കുലേറ്റർ ഒന്ന് കളയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു, ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട്. ആദ്യം എന്ത് ചെയ്യണം എനിക്ക് പറയും ഫ്രാക്ഷന് കളയണം. ഫ്രാക്ഷൻ ആരൊക്കെ ഉണ്ട്? ആദ്യം by4 കിടക്കുന്നുണ്ട്, പിന്നെ by3 കിടക്കുന്നുണ്ട്, പിന്നെ by5 കിടക്കുന്നുണ്ട്. ആദ്യം ചെയ്യാ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് എല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത സൈഡിൽ ഇട്ടിട്ട് ഇവിടെ കേട്ടാ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 3 into ബാക്കിയാണ് 5. അപ്പൊ നിങ്ങൾക്ക് കിട്ടും 60 കിട്ടും. ആ കിട്ടിയ നമ്പർ വെച്ച് ത്രൗട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? എല്ലാത്തിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എനിക്ക് അടിയിൽ എഴുതണം ഈച്ച് ടേം മൾട്ടിപ്ലൈങ് ബൈ കിട്ടിയ നമ്പർ 60. എല്ലാത്തിനും അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് 60 into x/4 ഇതൊരു ടേം ലെസ് ദാൻ അടുത്ത് 60 into 5x -2 divided by 3 മൈനസ് അടുത്ത് 16 അടുത്തൊരു ടൈം ഉണ്ട് 16 into 7x -3 divided by 5. എല്ലാരെയും 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. ഇനി 60ലും 4ലും 4 കോമൺ ആണ്. 4 കോമൺ ആണ്. 4ൽ 4 ഒരു വട്ടം. 60ൽ 4 നോക്കി 60ൽ 4 15 വട്ടം. അപ്പൊ ഇവിടെ ഇതാ 15. 15 into x എന്നാണ്. 15x ആണ്. 15x ലെസ് ദാൻ. ഇനി ഇവിടെ വെട്ടിക്കളയാം. 3ൽ 3 ഒരു വട്ടം, 60ൽ 3 20 വട്ടം. അപ്പൊ 20 into 5x -2. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാം. 5ൽ 5 ഒരു വട്ടം. ഓക്കെ, 60ൽ 5 എത്ര വട്ടം നോക്കി 60ൽ 5 12 വട്ടം വരും. ഓക്കെ, 12. എനിക്ക് ഏതാ -12 into 7x -3. ഇനി ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സിനെ ഒരുമിച്ച് കൊണ്ടുവരാം. ഇപ്പുറത്താണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ളത്. 15x ഇവിടെ അതേപോലെ തന്നെ ചെയ്താൽ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി 20 into 5x. 20 into 5 എന്ത് വരും? 100. അപ്പൊ 100x അല്ലെ. ഇനി 20 into -2 -40 വരും. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇതേപോലെ -12നെ ഉള്ളിലോട്ട് കൊടുക്കാം. അപ്പൊ നോക്കി -12 into 7 അടിക്കുക. -84x എന്ന് വരും. അടുത്തത് -12 into -3 പ്ലസ് ആവും, മൈനസും 12 into 3 അടിക്കുക. 12 into 3 36. ഇനി ഇവിടെ നോക്കി അല്ലെങ്കിൽ അടുത്ത പീരീഡ് എന്താണ്? എക്സിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ പോട്ടെ. എക്സിനൊക്കെ ഞാൻ ഒരുമിച്ച് കൊണ്ടുവരാൻ പോകും. ഓക്കെ, അപ്പൊ 15x ഇവിടെ ഉണ്ട്. 15x ഇട്ടാ ഒരു മിനിറ്റ്. ഓക്കെ, 15x ഇവിടെ ഉണ്ട്. ഇനി എക്സിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. ഈ 100x വരുമ്പോ എന്താവും? -100x അല്ലെ. ഇനി ഈ -84x വരുമ്പോ എന്താവും? +84x. ഞാൻ എക്സ് ഉണ്ടാ ഇല്ല, ഈ ലെസ് ദാൻ. ഇനി നമ്പേഴ്സ് -40 ഉണ്ട്,
പിന്നെ +36 ഉണ്ട്. ഇനി ഈ എക്സുകളെല്ലാം എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ കൊടുക്കുക. സിമ്പിൾ ആണ്. ഇവിടെ കാൽക്കുലേറ്റർ കൊടുത്ത് കാണിച്ചു തരാം. ഓക്കെ, എക്സിന് കോഎഫിഷ്യന്റ് ഉണ്ട് 15 ഉണ്ട്, മൈനസ് 100 വരുന്നുണ്ട്, പിന്നെ +84 വരുന്നുണ്ട്, +84 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വരും ആൻസർ? -1x ലെസ് ദാൻ -40 + 36 എന്ത് വരും? -4 എന്ന് വരും. അപ്പൊ എനിക്കിവിടെ കിട്ടിയത് ഇവിടെ കേട്ടാ -1x ലെസ് ദാൻ -4 എന്ന് കിട്ടി. നമുക്ക് എക്സ് മതി. എക്സ് ഇവിടേക്കോ -1 ഇപ്പുറം വരുമ്പോ ഡിവൈഡ് ബൈ -1 നെഗറ്റീവ് നമ്പർ പോകുമ്പോ നമ്മുടെ എന്താവും? സൈൻ റിവേഴ്സ് ആവും. ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നോക്കാം. ഇത് എക്സ് ആണ്, എക്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ -4 ഡിവൈഡഡ് ബൈ -1. മൈനസ് ക്യാൻസൽ. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ 4. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. എക്സിന്റെ സൊല്യൂഷൻ എന്താണ്? 4 വലുതായിരിക്കുള്ളൂ. 5, 6, 7, 8, 9, 10 എക്സെട്ര. ഇതാണ് സൊല്യൂഷൻ. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഐഡിയ സെയിം തന്നെ. ആദ്യം ഫ്രാക്ഷനെ കളയാ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സിനെല്ലാം LHSല്, നമ്പേഴ്സ് എല്ലാം RHSല്. നെഗറ്റീവ് നമ്പർ ഡിവിഷനിലോട്ട് പോകണമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? സൈൻ റിവേഴ്സ് ചെയ്യുക. അല്ലെങ്കിൽ സാധാരണ ലീനിയർ ഇക്വേഷൻ ചെയ്യണ പോലെ. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1-2 വട്ടം ചെയ്ത് പഠിക്കാട്ടോ. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തെറ്റിക്കരുത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക എപ്പോഴും. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഇട്ട് തൊട്ടടിയിൽ ഇട്ട് തരും. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ എന്റെ ഒപ്പം തന്നെ എഴുതി പോവുക. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടു പഠിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് സ്ലൈഡ് നോക്കി എഴുതിയെടുക്കുക. ഓക്കെ, ഇനി ഇത് ചെയ്തോളൂല്ല. 7ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാക്കണമെന്നില്ല. by 2-നെയും by 4-നെയും ആദ്യം എടുത്ത് കളയാം. by 2-നെയും by 4-നെ എടുത്ത് എങ്ങനെ കളയാം? 2 × 4 എന്താണ്? 8. അപ്പൊ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഇവിടെ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ -8 കിട്ടും. ഓക്കെ, ആദ്യം സമയം കളയണില്ല, ലെങ്ത് കുറേ ആയിപ്പോകും. ഓക്കെ, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടൈമിലും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, തെറ്റിക്കരുത്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി ഇത്രയേറെ ക്വസ്റ്റ്യൻ പോലെയല്ല. ജസ്റ്റ് സൊല്യൂഷൻ സോൾവ് എന്ന് മാത്രമല്ല, എന്നിട്ട് ആ കിട്ടിയ സൊല്യൂഷന്റെ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 സെൻസ് ഉണ്ട്. ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ആദ്യം സൊല്യൂഷൻ കാണാൻ നിങ്ങൾക്ക് അറിയുന്ന സൊല്യൂഷൻ കാണാൻ നോക്കിയേ. 3 × 1 - x ലെസ് ദാൻ 2 × x + 4. ആദ്യം എന്ത് ചെയ്യുക? ബ്രാക്കറ്റ്സുകൾ ഓപ്പൺ ചെയ്യുക, അപ്പുറത്തും ഇപ്പുറത്തും. 3 × 1 എന്താണ്? 3. 3 × -x - 3x ലെസ് ദാൻ 2 × 4 എന്താണ്? 2 × x ആണ് 2x. 2 × 4 എന്ത് വരും? 8 വരും. എക്സിന് ഒരുമിച്ച് കൊണ്ടുവരും. ഞാൻ ചെയ്തെന്ന് തോന്നുന്നു നേരത്തെ. -3x ഇവിടെ ഉണ്ട്, ഈ +2x വരും, -2x ലെസ് ദാൻ അവിടെ ഒരു 8 ഉണ്ട്, ഈ +3 വരും, -3 വരും. അപ്പൊ -3x - 2x -5x ആവും. ലെസ് ദാൻ 8 - 3 എന്ത് വരും? 5 വരും. അപ്പൊ x ഈ -5 പ്രമേയം ഡിവൈഡ് ബൈ -1 നെഗറ്റീവ് നമ്പർ ഡിവിഷനിലോട്ട് പോയി, ലെസ് ദാൻ മാറി ഗ്രേറ്റർ ദാൻ 5 / -5. ആൻസർ x ഗ്രേറ്റർ ദാൻ -1. എക്സിന് സൊല്യൂഷൻ കിട്ടി. -1-നേക്കാട്ടിൽ വലുതായിരിക്കുള്ളൂ. ഓക്കെ, ഇത് നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യണം. നമ്പർ ലൈൻ ഒന്നുമില്ല, നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുള്ള സാധനം. സ്കെയിൽ എടുക്കുമ്പോ നടുക്ക് 0, ഇപ്പുറത്ത് പോസിറ്റീവ് നമ്പേഴ്സ്, അത് കുറെ എഴുതണ്ട, എക്സെട്ര. നെഗറ്റീവ് നമ്പേഴ്സ് കുറെ എഴുതണ്ട, എക്സെട്ര. ഇനി കിട്ടിയത് എവിടെയാണ്? -1 അല്ലേ? -1 റൗണ്ട് ഇടാം. ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇത് ഡാർക്കൺ ചെയ്യണം. റൗണ്ട് ഇവിടെ ഈക്വൽ ടു ഇല്ലല്ലോ, ഡാർക്കൺ ചെയ്യണ്ട. ഈക്വൽ ഉണ്ടെങ്കിൽ മാത്രം ഡാർക്കൺ ചെയ്യാം. ഇനി -1-നേക്കാട്ടിൽ വലുത്, -1-നേക്കാട്ടിൽ വലിയ നമ്പേഴ്സ് എടുക്കാൻ പോവാ. റൈറ്റ് സൈഡ് വലുതെല്ലാം റൈറ്റ് സൈഡിലായിരിക്കുള്ളൂ, ചെറുതുകാൽ ലെഫ്റ്റ് സൈഡും ഇല്ല. ഓക്കെ, 0 -1-നേക്കാൾ വലുത്, 1 -1-നേക്കാൾ വലുത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? ഇതിന്റെ മുകളിൽ കൂടെ, നമ്പർ ലൈന് മുകളിൽ കൂടെ ചെറുതായിട്ട് ഡാർക്കൺ ചെയ്യുക. ഇതാണ് നമ്പർ ലൈനില് സൊല്യൂഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ. സൊല്യൂഷൻ കാണാം, -1 മാർക്ക് ചെയ്യുക, ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഡാർക്കൺ ചെയ്യുക. ഇവിടെ ഈക്വൽ ടു ഇല്ല, ഇനി ഗ്രേറ്റർ ദാൻ -1 വലുത് റൈറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യുക? ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്പർ ലൈൻ സൊല്യൂഷൻ. ബുദ്ധിമുട്ടില്ലല്ലോ. നേരെ സോൾവ് ചെയ്യാൻ പഠിച്ച് അതേ മെത്തേഡിൽ ആയിട്ടും ആദ്യം ചെയ്യുക, അതിനുശേഷം നമ്പർ ലൈൻ വരക്കുക, സോൾവ് ചെയ്യാം. ഇനി ഇതൊക്കെ ആൻസർ ഇട്ട് തരും. x ഗ്രേറ്റർ ദാൻ -7 ഒക്കെ. അപ്പൊ എല്ലാം നമ്മൾ കൊണ്ട് വരക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്പർ ലൈൻ കൊടുക്കുക. ഒരു പോയിന്റ് -7 അസ്യൂം ചെയ്യാം. എന്നിട്ട് -7 റൗണ്ട് ഇടാം. വലുതാണെങ്കിൽ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ കൊടുത്താൽ മതി, എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്ര മാത്രം മതി. വലിയൊരു നമ്പർ ആണ്, ചെറുതൊക്കെ ആണെങ്കിൽ ഇതേപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതല്ലേ ഇതിന്റെ ആൻസർ. ഇതാണ് ആൻസർ നിങ്ങൾക്ക് റഫായിട്ട് കാണിച്ചത്. ഇനി അടുത്തത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇവിടെ ഒരു ലീനിയർ ഇക്വാളിറ്റി ഉണ്ട്. ആദ്യം അതിനെ സോൾവ് ചെയ്യുക, അതിനുശേഷം നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ നോക്കി, അതിനാൽ ലീനിയർ ഇക്വാളിറ്റി സോൾവ് ചെയ്യുന്നുണ്ട്. 3x - 2
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x plus 1. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ x ഒക്കെ ഒരുമിച്ച് കൊണ്ടുവരാം. 3x ഉണ്ട്, ഈ പ്ലസ് 2x പുറമേനും മൈനസ് 2x ആവും. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഉണ്ട്, അവിടെ മൈനസ് 2 പുറമേനും പ്ലസ് 3 പ്ലസ് 2 ആവും. അപ്പൊ 3x മൈനസ് 2x x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 2 എന്താണ് 3. അപ്പൊ എക്സിന്റെ സൊല്യൂഷൻ ഡയറക്റ്റ് കിട്ടിയൊന്നും ചെയ്യാനില്ല. എക്സിന്റെ വാല്യൂ 3 അല്ലെങ്കിൽ 3-നേക്കാട്ടിലും ചെറുത് നമ്പർ പ്രസന്റ് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് 3 എടുക്കുന്നുണ്ട് കേട്ടാ, വേണം നിങ്ങൾക്ക് എല്ലാ നമ്പർ ചെയ്താ 3 റൗണ്ട് ഇടാം. ഡാർക്കൺ ചെയ്യണോ വേണ്ടേ? ഈക്വൽ ടു ഡാർക്കൺ ചെയ്യണം. 3 അല്ലെങ്കിൽ 3-നേക്കാട്ടിലും ചെറുത് കേട്ടാ. ചെറുത് എവിടെ വരും? 3-നേക്കാൾ ചെറിയ നമ്പർ ഇപ്പുറത്താണ് വരും നമ്പർ ലൈൻ. ഇവിടെയാണ് 2ഉം 1ഉം 0 വരും, അതാണ് ചെറുതുകൾ. അപ്പൊ എന്ത് ചെയ്യാ? ഇങ്ങെടുക്ക് ഡാർക്കൺ ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ നമ്പർ ലൈൻ സൊല്യൂഷൻ. ഓക്കെ, നമ്പർ ലൈൻ സൊല്യൂഷൻ നിങ്ങൾ പഠിച്ചതിന് സിമ്പിൾ ആണ്. ഇപ്പൊ എങ്ങാനും 3 മാർക്കിൽ ചിലപ്പോ ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 2 മാർക്ക് നിങ്ങൾ സൊല്യൂഷൻ കാണുന്നതിനും 1 മാർക്ക് റെപ്രസെന്റ് ചെയ്യാറ് നമ്പർ ലൈൻ. ചിലപ്പോൾ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ അറിയുള്ളൂ, ചിലപ്പോൾ റിയൽ നമ്പറിൽ, ചിലപ്പോൾ നാച്ചുറൽ നമ്പർ, ചിലപ്പോൾ ഇന്റിജറിൽ. ഓക്കെ, ഇതാണ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ലീനിയർ ഇക്വാളിറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2 വേർഡ് ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കണം. നിങ്ങൾ NCERT ഉള്ളതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കുക കേട്ടാ, വേർഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ ഇതും നമ്പർ റെപ്രസെന്റ് ചെയ്യാനാണ് ഞാൻ കാണിച്ചാൽ ബൈ വരുന്നത്. ബൈ വരുന്നവരോട് ചെയ്യാം അല്ലെ, ബാൻ ചെയ്തു പോകും. ഓക്കെ, എനിക്ക് പറഞ്ഞായോ ഇവിടെ ആരൊക്കെയാണ് ബൈ കിടക്കുന്നത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഒക്കെ ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആരൊക്കെയാണ് ബൈ കിടക്കുന്നത്? 3 into 6 ഉണ്ട്. 3 into 6 എന്താണ്? 18. 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 18 into 5 minus 2x divided by 3 less than or equal to 18 into x by 6 മൈനസ് അപ്പുറത്തൊരു ടൈം. അപ്പൊ 18 into 6. ഓക്കെ, ഞാൻ കാൽക്കുലേറ്റർ എടുക്കുന്നുണ്ട്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യ എപ്പോഴും തെറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ട് സൈഡിലേക്ക് എടുത്തിടുന്നുണ്ട് കേട്ടാ, ആവശ്യം വരും. ഓക്കെ, ഇവിടെ ആദ്യം എനിക്ക് എന്ത് ചെയ്യാ? ഇതിനാ ക്യാൻസലേഷൻ നടത്താം. അപ്പൊ അതിനെ കളയാം. 3 3 ഒരു വട്ടം, 18 3 എത്ര വട്ടം? 6 6 വട്ടം. അപ്പൊ എനിക്ക് പറഞ്ഞിട്ട് 6 into 5 minus 2x. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ, ഇവിടെ 6 6 ഒരു വട്ടം, 18 6 3 വട്ടം. അപ്പൊ 3 into x 3x കിട്ടി. മൈനസ് എടുത്ത് എന്ത് ചെയ്യാ? 18 into x ചെയ്യാ. 18 into 6 108 to 108. ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്ട് 6 into 5 30, 6 into minus 2x minus 12x less than or equal to 3x minus 108. എക്സിന് ഒരുമിച്ച് കൊണ്ടുവരാം. ഇവിടെ ഒരു മൈനസ് 12x ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഈ പ്ലസ് 3x മൈനസ് 3x ആവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 108 ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഈ പ്ലസ് 30 പുറമെ ഒരു മൈനസ് 30 ആവും. ചെയ്യുമ്പോ മൈനസ് 12x മൈനസ് 3x മൈനസ് 15x ആവും. മൈനസ് 15x ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഇവിടെ എന്താണ് 108 30 ആഡ് ചെയ്യാം. 108 30 ആഡ് ചെയ്യാം. എന്നിട്ട് ആ നെഗറ്റീവ് സൈൻ കൊടുക്കുക. മൈനസ് 138 മൈനസ് 138. ഇനി എക്സ് സൊല്യൂഷൻ. എക്സ് മൈനസ് 15 പുറത്ത് പോവുകണ്ട. അപ്പൊ അത് ലെസ് ദാൻ മാറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 138 ഡിവൈഡഡ് ബൈ മൈനസ് 50. മൈനസ് മൈനസ് ക്യാൻസൽ. അപ്പൊ 138 ഇവിടെ കിട്ടിയ ആൻസർ 138 ഡിവൈഡ് ബൈ എന്തടിക്കുക? 15 അടിക്കുക. ആൻസർ എന്ത് വരും? 9.2. ഇവിടെ കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ നോക്കണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണതാ. അപ്പൊ പെട്ടെന്ന് ചെയ്ത് പോകുമ്പോ ഇതിലെ ഡെസിമൽസ് ഒക്കെ തെറ്റുണ്ടോ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എവിടെ തെറ്റുണ്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഈ വീഡിയോ കണ്ടില്ല. ഓക്കെ, 9.2 വന്നു. എക്സിന്റെ സൊല്യൂഷൻ 9.2-നേക്കാട്ടിലും വലുത്. 9.2 അല്ലെങ്കിൽ 9.2-നേക്കാൾ വലുത്. ഇതിനാ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, റഫ് ആയിട്ട് റഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു നമ്പർ ലൈൻ വരിക, അതിലൊരു പോയിന്റ് 9.2 എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് അവിടെ റൗണ്ട് ഇടാം. ഡാർക്കൺ ചെയ്യണോ വേണ്ടേ? ഡാർക്കൺ ചെയ്യണം. ഈക്വൽ ടു ഉണ്ട്. വലുതാവുമ്പോ ഇങ്ങടെ മാർക്ക് ചെയ്യുക. റൈറ്റിലോട്ടാ ലെഫ്റ്റിലോട്ടാ? 9.2-നേക്കാളും വലിയ നമ്പേഴ്സ് എവിടെ വരിക? ഇപ്പുറത്ത് 10 12 ഒക്കെ. അപ്പൊ ഇങ്ങോട്ട് എന്ത് ചെയ്യുക? ഡാർക്കൺ ചെയ്യുക. കുറെ ഡാർക്കൺ ചെയ്യേണ്ട എറർ മാർക്ക് എടുക്കുക. ഇതാണ് നമ്പർ ലൈനിൽ ഷോ ചെയ്യാൻ പറഞ്ഞാല്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്തു കാണിച്ചത് 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇനി വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാണ്ട്. വേർഡ് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്. ഏറ്റവും സിമ്പിൾ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് ലാഭമായി. ഓക്കെ, മറ്റേതും സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടില്ല. ഇതും അതിനേക്കാളും സിമ്പിൾ ആണ്. പഠിക്കോട്ടാ. ഇപ്പൊ സുധീർ സാർ നമുക്ക് അറിയാലോ. സുധീർ സാർ obtained 17 and 75 in first 2 unit test. സുധീർ സാർ കോളേജില് ആദ്യത്തെ 2 യൂണിറ്റ് ടെസ്റ്റിന് 70 75 മാർക്ക് വാങ്ങിച്ചു. മൂന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റ് വരും. ഒന്നുകൊണ്ടാ ഫൈൻഡ് മിനിമം മാർക്ക് he should get
in the third test to have an average of at least 60 mark. മൂന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് നമുക്ക് അറിയൂല. അതിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് അയാൾക്ക് ആവറേജ് അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 60 ആവറേജ് വരും. അപ്പൊ നമുക്ക് അറിയാത്തൊരു മാർക്ക് ഉണ്ടല്ലോ തേർഡ് ടെസ്റ്റിൽ. അപ്പൊ എന്ത് ചെയ്യുക? എക്സ് ആക്കി എടുക്കുക. let x be the mark obtained in the third unit test. തേർഡ് യൂണിറ്റ് ടെസ്റ്റിൽ കിട്ടിയ മാർക്കിനെ എക്സ് ആക്കി എടുത്തു. ഓക്കെ, ഇനി ഇതിന്റെ ആവറേജ്, ഈ എക്സ് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ ആവറേജ് ഈ 3 മാർക്ക് കൂടിയും കൂട്ടുമ്പോ ആവറേജ് എത്ര എണ്ണം? കുറഞ്ഞത് 60 കിട്ടണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി മാർക്ക് എല്ലാം ആഡ് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിൽ 70, രണ്ടാമത്തെ 75, മൂന്നാമത്തെ എക്സാം പഠിച്ച് ആവറേജ് ആണ് ഇക്വേഷൻ എന്താണ്? അല്ലാതെ ആഡ് ചെയ്യുക. ഇത് എത്രത്തോളം ഉണ്ടോ ബൈ ആ നമ്പർ ചെയ്യാം. ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടേക്ക് 3 എണ്ണം ബൈ 3. ആവറേജ് എത്രയാണ്? 60. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 60 ആണ്. 60 അല്ലെങ്കിൽ 60-നേക്കാളും കൂടുതൽ, കുറഞ്ഞ 60 കിട്ടിയാൽ കൂടുതലാണ് കുഴപ്പം. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. അപ്പൊ അറ്റ്ലീസ്റ്റ് കാണുമ്പോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 കൊടുക്കണം. അപ്പൊ അറ്റ്ലീസ്റ്റിന് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുള്ളൂ. ഇനി ഇവിടെ സൊല്യൂഷൻ കാണുമ്പോൾ ഒരു ലീനിയർ ഇക്വാളിറ്റി ആയിട്ട് മാറി. ഓക്കെ, ആദ്യം ബൈ 3 ഉണ്ട്. ബൈ 3 നമുക്ക് ഒരാളല്ലേ ഉള്ളൂ. ഒരാളെ ബുദ്ധിമുട്ടില്ല, ഡയറക്റ്റ് അപ്പുറത്ത് കൊടുക്കാം. അപ്പൊ ബൈ 3 അങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ നോക്കി 70 പ്ലസ് 75 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 into 3 വരും. അപ്പൊ നോക്കി 70 പ്ലസ് 75 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 16 into 3 ആണ് 180. ഓക്കെ, അപ്പൊ 70 പ്ലസ് 75 എന്താണ്? 145 എന്ന് കിട്ടും. പ്ലസ് എക്സ് ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180. അപ്പൊ എനിക്ക് എക്സിന്റെ സൊല്യൂഷൻ കാണാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 മൈനസ് 145. അപ്പൊ എക്സിന്റെ വാല്യൂ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35 എന്ന് വരും. സുധേഷ് സാറ് മൂന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റില് 35 മാർക്കിൽ മിനിമം വാങ്ങിക്കണം. 35 അല്ലെങ്കിൽ 35 കൂടുതൽ വാങ്ങിച്ചാൽ മതി. 35 മാർക്ക് വാങ്ങിക്കുമ്പോൾ ആൾക്ക് ആവറേജ് 60. 35 കൂടുതലാകുമ്പോൾ ആവറേജ് 60-നേക്കാട്ടിലും കൂടുതലായാലും കുഴപ്പമില്ല. അപ്പൊ ഇതായിരുന്നു ഈ ഒരു വേർഡ് ക്വസ്റ്റ്യൻ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് വേർഡ് ക്വസ്റ്റ്യൻ. അതോടെ നോക്കി. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ഫൈൻഡ് ഓൾ പേസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നാച്ചുറൽ നമ്പർ. ഓക്കെ, തൊട്ടടുത്തടുത്ത് വരുന്ന ഈവൻ നാച്ചുറൽ നമ്പറിന്റെ പേസ് പറഞ്ഞ 2 പേരുണ്ടാവുമല്ലോ, ഉറപ്പാണല്ലോ. പറഞ്ഞ ആർക്കായിരിക്കുള്ളൂ? ഇപ്പൊ 2 ആണെങ്കിൽ 2ഉം 4ഉം, 4 ആണ് ഈവൻ നമ്പേഴ്സ് ഇട്ടാ. 4 ആണെങ്കിൽ 4ഉം 6ഉം, 6 ആണെങ്കിൽ 6ഉം കിട്ടും, 8 ആണെങ്കിൽ 8ഉം 10ഉം. ഓക്കെ, ഇനി കണ്ടീഷൻസ് ഉണ്ട്. 2 നമ്പറും 5-നേക്കാട്ടിലും വലുതായിരിക്കണം. ഇപ്പൊ 2ഉം 4ഉം പറ്റൂല, 4ഉം 6ഉം പറ്റൂല, 2ഉം 5-നേക്കാളും വലുതല്ല, 6ഉം 8ഉം പറ്റും. ഫസ്റ്റ് കണ്ടീഷൻ നോക്കി. ഇനി സച്ച് ദാറ്റ് രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്. സം എന്തായിരിക്കണം? 2ന്റെ 23-നേക്കാളും ചെറുതായിരിക്കണം. ഇവിടെ കേട്ടാ. സച്ച് ദാറ്റ് ദർ സം ഈസ് ലെസ് ദാൻ 23. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ വെച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നമ്മൾ ലീനിയർ ഇക്വാളിറ്റി സോൾവ് ചെയ്യാൻ പോകണം. അപ്പൊ 8 ചെയ്യേണ്ട പരിപാടി. ലെറ്റ് ആ കോൺസിക്യൂട്ടീവ് നമ്പർ എടുക്കുക. നോക്കി, തൊട്ടടുത്ത് വരുന്ന ഇവൻ നാച്ചുറൽ നമ്പർ ആക്കിയാ വരിക. ഇപ്പൊ 2 ആണെങ്കിൽ 2ഉം 4ഉം വരിക, 4 ആണെങ്കിൽ 4ഉം 6ഉം വരും. ഓക്കെ, അപ്പൊ ഒരാൾ എടുക്കുമ്പോ ആളെക്കാളും 2 കൂട്ടിയാൽ മതി. അപ്പൊ ലെറ്റ് നമുക്ക് എടുക്കുക എക്സ് കോമ എക്സ് പ്ലസ് 2 ബി ദ പേസ്. അതാണ് പേസ് കേട്ടാ നമ്മൾ എടുക്കാൻ പോകുന്ന പേസ്. ഓക്കെ, ഇനി കണ്ടീഷൻസ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. ആ 2 കണ്ടീഷൻസും ആഡ് ചെയ്യുമ്പോ 23-നേക്കാട്ടിലും ചെറുത്. അപ്പൊ ലെസ് ദാൻ 23. ഇവിടെ എക്സിന്റെ വാല്യൂ ആണ് എക്സ് പ്ലസ് എക്സ് 2x. ഓക്കെ, ലെസ് ദാൻ പ്ലസ് 2 പുറമേരും -2. അപ്പൊ 21 കിട്ടും. അപ്പൊ എക്സ് ലെസ് ദാൻ 21/2. അപ്പൊ എക്സ് ലെസ് ദാൻ 21-ന്റെ പോലെ 10.5. നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ ആളില്ലേ 10.5-നേക്കാളും ചെറുതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുള്ളൂ? 23-നേക്കാളും ചെറുത് വരുള്ളൂ. ഞാൻ പേസ് ചെയ്തു. 2ഉം 4ഉം പറ്റൂല, 4ഉം 6ഉം പറ്റൂല, 6ഉം 8ഉം പറ്റും. 2ഉം 5-നേക്കാട്ടിൽ വലുതാണ്. പിന്നെ ഫസ്റ്റ് എക്സ് എന്ന് പറഞ്ഞ സാധനം 10.5-നേക്കാളും ചെറുതാണ്. ഇനി 8ഉം 10ഉം പറ്റൂലേ? 8ഉം 10ഉം ഓക്കെ. വെച്ചാല് 2ഉം എന്താണ്? 5-നേക്കാട്ടിലും ചെറുതാണ്. ആദ്യത്തെ എന്താണ്? 10.5-നേക്കാളും ചെറുതാണ്. ഇനി അടുത്ത് 10ഉം 12ഉം പറ്റൂ. ആലോചിക്ക്, 10ഉം 12ഉം 2ഉം 5-നേക്കാട്ടിലും വലുതാണ്. ആദ്യത്തെ ആളെന്താണ്? 10.5-നേക്കാളും ചെറുത്. രണ്ടാമത്തെ ആളെന്തായാലും കുഴപ്പമില്ല, 10.5-നേക്കാളും വലുതാണ്. ഫസ്റ്റ് ആളാണ് എക്സ്. എക്സിന് കണ്ടീഷൻ ആണ് ഇവിടെ. ഇനി 12ഉം 14ഉം പറ്റൂ. 12 എന്താണ്? 10.5-നേക്കാളും ചെറുതല്ല. P 3 വരിക. 6, 8, 8, 10, അതുപോലെ തന്നെ 10, 12. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റ് പഠിക്കാട്ടാ. വേർഡ് പ്രോബ്ലം പഠിക്കുക, അവസാനത്തെ 2 എണ്ണം. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ലീനിയർ ഇക്വാളിറ്റി നമ്പർ ലൈൻ സൊല്യൂഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത്രയും പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ മോർ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം.
ലീനിയർ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ലീനിയർ ഇനീക്വാളിറ്റീസ് കുറച്ചധികം നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇതിന്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം തൊട്ടടിയിൽ തന്നെ. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. സിമ്പിൾ ആയിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യും ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ. ഓക്കെ, അപ്പൊ ശരി, ബൈ.